നല്ലതായിരുന്നു, നല്ല പരിപാടി. ഇനി പടം മര്യാദയ്ക്ക് ചെയ്താൽ മതി, എന്നിട്ട് ഇറക്കാം. 3 ഷെഡ്യൂളായിരിക്കും. വെച്ചാൽ 3 ഷെഡ്യൂൾ അത് ചെയ്യാൻ പറ്റും. 3 കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പുറകെ അറിയിക്കാം. അതെ 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 അതെ. അല്ല, അതിൻ്റെ ആയിട്ടുള്ള തയ്യാറെടുപ്പ് കൊണ്ടാണ് ഈ പടം ഇത്രയും നമ്മൾ ലേറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒത്തു വന്നു. ഇനിയും നോക്കണ്ടേ നാട്ടുകാർ പേടിക്കുമോ എന്നുള്ളത്. ജയിച്ചു നോക്കാം. റിലീസ് പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളെന്തായാലും അടുത്ത വർഷം തുടക്കം ആണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഡിസംബർ ജനുവരി 1 വരെ ഷൂട്ട് പോകും. കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് മിക്കവാറും അടുത്ത അവധി തിയേറ്ററിൽ കാണും. മോനെ, അവാർഡിനെ പറ്റി ഒരു ചർച്ചയില്ല. സിനിമ എങ്ങനെയൊന്ന് എഴുതി തീർക്കാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എന്ത് അവാർഡ് ചോദിച്ചു? മമ്മൂക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്കറിയില്ല മമ്മൂക്ക എത്ര അവാർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊന്നും ആവശ്യമില്ലാത്ത ചോദ്യമാണ്. അങ്ങനത്തെ മത്സരമൊന്നുമല്ല. ജൂറി എന്ന് പറയുന്ന ഒരു 5-6 പേര് കാണും. അവർക്ക് ആ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് ആ പ്രകടനം കണ്ട് ആരെങ്കിലും ഒരാൾ കുറച്ച് മുന്നിലാണെന്ന് തോന്നുമ്പോൾ അവർക്ക് അവാർഡ് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ മമ്മൂക്ക മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മമ്മൂക്ക ഏറ്റവും മികച്ച നടനല്ലേ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയാലാണ് നമുക്കിത് പറയാൻ പറ്റത്തില്ല. മമ്മൂക്ക അതല്ല, മമ്മൂക്ക നമ്മൾ എത്ര വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെക്കാൾ മികച്ച നടന്മാരെന്ന് പറയാനായിട്ട് നമുക്ക് അധികം പേരൊന്നും പറയാനില്ല മലയാളത്തിൽ. അപ്പം സന്തോഷം, എല്ലാം കൊണ്ടും സന്തോഷം. ഇല്ല പൊന്നു മോനെ, നിനക്ക് മമ്മൂക്കയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മമ്മൂക്ക ആവശ്യത്തിന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ അവിടെ അഭിനയിക്കാൻ തന്നെ ഇവിടെ സമയമില്ല, പുള്ളി ഓടി നടക്കുക. അതായത് 3 ദിവസം കഴിഞ്ഞ് പുതിയൊരു ടോപ്പിക് വരുമ്പോൾ ഈ ചർച്ച മാറിക്കോളും. വേറെ ചർച്ച ഒന്നുമില്ല കേട്ടോ.